സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനിന്ന് യാദൃച്ഛികമായി ഷേക്കിന ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അത് കാണാനിടയായി. അപ്പോൾ അതിൽ ഒരു അച്ഛനടുത്ത് പിന്നെ ആ മാധ്യമപ്രവർത്തകൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദികളെ പറ്റി, പിന്നെ റോം പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക തീവ്രവാദികൾ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ക്രിസ്ത്യാനികളെ പല സ്ഥലത്തും കൂട്ടക്കൊല ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ അച്ഛൻ കുറേ കണക്കുകൾ പേപ്പറിൽ എഴുതി വെച്ച് അങ്ങനെ വായിക്കുകയാണ്. പിന്നെ സിറിയയിൽ ഇത്ര ആളുകളെ ബോംബ് വെച്ച് കൊന്നു, ഉഗാണ്ടയിൽ ഇത്ര പേരെ കൊന്നു, കോങ്കോയിൽ ഇത്ര പേരെ കൊന്നു, നൈജീരിയയിൽ ഇത്ര ക്രിസ്ത്യാനികളെ കൊന്നു, ചർച്ചുകൾ ആക്രമിച്ചു, ബാഗ്ദാദിൽ അങ്ങനെ ചെയ്തു, കുറച്ച് പള്ളികൾ ഒരേ സമയം പിന്നെ ക്രിസ്ത്യാനികളെ കൊന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ പാകിസ്ഥാനിൽ കൊന്നു. അങ്ങനെ കുറേ കണക്കുകൾ പറയുന്നു. ഇതിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുമായ കാര്യങ്ങൾ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ പൂർണ്ണ നഗ്നരായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് പിന്നെ അവരെ ചുട്ടുകൊന്നത് ഒരു കാര്യവും ഈ അച്ഛൻ പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള കാര്യം വിട്ടിട്ട് ബാക്കി ലോകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ കാണുന്നില്ല, അവർ പുറത്തോട്ട് ദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. ആദ്യമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ISIS ഉണ്ടാക്കിയത് ആരാണ്? താലിബാൻ ഉണ്ടാക്കിയത് ആരാണ്? അൽ-ഖായിദ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കി? ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇതിനുണ്ടാക്കിയത്. അതായത് അമേരിക്കയാണ് ഇതെല്ലാം ഉണ്ടാക്കി വിടുന്നത്, അമേരിക്കയും യഹൂദന്മാരും. അപ്പോൾ ഇസ്രയേലികളും അമേരിക്കയുമാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അതായത് ചില തീവ്രവാദ ചിന്താഗതിയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ അവരെ പോയി ഇവർ ഇഞ്ചക്ട് ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, അമേരിക്കയാണ് നമ്മുടെ ശത്രു, ഇസ്രയേലാണ് നമ്മുടെ ശത്രു, അമേരിക്ക ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരെ കൊന്നില്ലേ, ഇറാഖിൽ ഇത്ര ആളുകളെ കൊന്നില്ലേ. അതായത് മില്യൺ കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തില്ലേ അമേരിക്ക? ബോംബിട്ടും അല്ലാതെയും കൊന്നില്ലേ? സിറിയയിൽ എത്രയോ ലക്ഷം പേരെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തില്ലേ അമേരിക്ക? അപ്പൊ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഈ അച്ഛൻ്റെ കണക്കില്ലാത്തത്? 100 കണക്കിന്, അതായത് 10 പേരെ ക്രിസ്ത്യാനികളെ കൊന്നു, 25 ക്രിസ്ത്യാനികളെ കൊണ്ടു, അല്ലെങ്കിൽ 2 പള്ളി ആക്രമിച്ചു, 3 പള്ളി ആക്രമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2000-3000 ആൾക്കാരെ കൊന്നാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും പിന്നെ